വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അദ്ദേഹത്തിലേക്ക് ആദ്യം, അപ്രതീക്ഷിതമായൊരു സാഹചര്യത്തെയാണ് മിനിസ്റ്റർ നമുക്ക് വനം വകുപ്പിന് നേരിടേണ്ടി വന്നത്. നമുക്കത് വിജയകരമായി പര്യവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരർത്ഥത്തിൽ ദൗർഭാഗ്യകരമായ സംഭവമാണ്. വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു? പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ആ തണ്ണീർക്കൊമ്പനെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും വനംവകുപ്പും ശ്രമിച്ചത്, അതിനെ കൊല്ലാനല്ല. അത്തരം ഉത്കണ്ഠകളോ അഭിപ്രായ പ്രകടനങ്ങളോ വസ്തുതയുമായി പൊരുത്തമില്ലാത്ത ഉത്കണ്ഠകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ്. കേരളത്തിൽ ഒരു വന്യമൃഗത്തെയും വനം വകുപ്പ് വെടിവെച്ച് കൊന്നിട്ടില്ല. ആകെ ചെയ്യാറ് മയക്കുവെടി വെച്ച് പിടിച്ച് അതിനെ ഉൾക്കാട്ടിലേക്കോ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള മൃഗശാലകളിലേക്കോ സംരക്ഷണ മേഖലകളിലേക്കോ അയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ വസ്തുത വേണ്ടത്ര ധരിക്കാതെയാണ് തെറ്റായ വിധത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. മിനിസ്റ്റർ, ഇപ്പോഴുണ്ടാകുന്നൊരു വിമർശനം ജനങ്ങളുടെ ആശങ്കയ്ക്ക് മുൻഗണന നൽകി ആനയുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ആവശ്യമായ കരുതൽ ഉണ്ടായില്ല എന്നും. അതിന്റെ വസ്തുത എന്താണ്? അതും വസ്തുതക്ക് നിരക്കാത്തൊരു അഭിപ്രായമാണ്. കാരണം ആനയെ വിശദമായ പരിശോധന, ആനയല്ല ഏത് വന്യമൃഗത്തെയും വിശദമായ പരിശോധന നടത്തണമെങ്കിൽ അതിനെ പിടികൂടിയതിന് ശേഷമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അങ്ങനെ പരിശോധിക്കണമെങ്കിൽ പിടികൂടണമെങ്കിൽ എങ്ങനെ? അപ്പോൾ ഇത് തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം പിടികൂടാതെ എങ്ങനെയാണ് പരിശോധന നടത്തുക? വിശദ പരിശോധന എങ്ങനെയാണ് നടത്തുക? പ്രാഥമിക നിഗമനത്തിലൊക്കെ നോക്കാൻ അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും കണ്ട് തീരുമാനിക്കാൻ കഴിയും. എന്നാൽ വിശദമായ പരിശോധന നടത്തണമെങ്കിൽ പിടികൂടിയതിന് ശേഷം മാത്രമേ ഏത് വന്യമൃഗത്തെയും, മനുഷ്യനെ ഫോണിലൂടെ പറഞ്ഞ് ചികിത്സിക്കാൻ സാധിക്കുമോ? ദേഹപരിശോധന പൂർണ്ണമായി നടത്തി വിവിധ തരങ്ങളിലുള്ള പരിശോധനകൾ നടത്തണ്ടേ? ആ പരിശോധന നടത്താൻ രോഗി വീട്ടിലും ഡോക്ടർ ദുബായിലും ഇരുന്ന് സംസാരിച്ചാൽ ശരിയാകുന്ന കാര്യമാണോ? അങ്ങനെ എന്താ അത്തരത്തിലുള്ളൊരു തെറ്റായ യുക്തിരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് എന്താണ് കാരണമെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. മിസ്റ്റർ, വേഗത്തിൽ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അതിസമ്മർദ്ദം വനംവകുപ്പിന് മേലുണ്ടായോ ഇക്കാര്യത്തിൽ? അല്ല, അതിപ്പം കഴിഞ്ഞ കുറച്ച് കാലമായി മലയോര മേഖലയിലെ കർഷക സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് അവർ വലിയ ഉത്കണ്ഠയിലും ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യം നിലവിലുള്ളത് എന്ന് കരുതി ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അതിന് നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവും ഒരു തീരുമാനവും വനംവകുപ്പ് ഇതുവരെ നടന്ന ഒരു കാര്യത്തിലും സ്വീകരിച്ചിട്ടില്ല. ഈ ചെറിയൊരു ഇടവേളയ്ക്കുള്ളിൽ 2 തവണ ഡാറ്റ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളോ, അത് ആനയ്ക്ക് താങ്ങാൻ കഴിയുമോ എന്നൊരു പരിശോധന? അല്ല, അതാണ് നമ്മൾ പരിശോധന എന്ന് പറയുന്നതിൻ്റെ അവിടെയാണ് പ്രശ്നം. പരിശോധന നടത്തണമെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കാതെ പിടിച്ചെങ്ങനെയാണ് പരിശോധിക്കുക എന്ന അത്ഭുത വിദ്യ ഈ പറയുന്നവരൊക്കെ ഒന്ന് ഉപദേശിച്ചാൽ തരക്കേടില്ല. ഓക്കെ മിനിസ്റ്റർ, അങ്ങ് പറയുന്നത് ശരിയാണ്. വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഊന്നിയുള്ളതും അതേ മൃഗങ്ങൾ തന്നെ മരിക്കുകയാണെങ്കിൽ അതിലൂന്നിയുള്ളതുമായ വിമർശനങ്ങളും വനം വകുപ്പിന് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ഇപ്പോൾ മേനകാ ഗാന്ധിയിൽ നിന്നടക്കം വിമർശനങ്ങളുണ്ടായി. ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ്? വനം വകുപ്പ് ഇന്നലെ നടത്തിയ പ്രസംഗങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും സാക്ഷിയല്ലേ. മയക്കുവെടി വെക്കുകയല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഉപദ്രവം ആ തണ്ണീർക്കൊമ്പന് നേരെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോ ജനങ്ങളോ മറ്റാരെങ്കിലും ചെയ്തതായിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായി എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യാൻ വേണ്ടി ആ മാനന്തവാടി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആർക്കെങ്കിലും സാധിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പോൾ തെറ്റായ പ്രചരണം ഉണ്ടാക്കി ഇവിടെ വന്യജീവികളെ കൊല്ലുന്നു. വന്യജീവികളെ കൊല്ലുക എന്നുള്ളൊരു പ്രശ്നം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നുമില്ല. എന്നാൽ വന്യജീവികളും ഒരു കാലം കഴിയുമ്പോഴും മരിക്കുമെന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിയാന്ന മറ്റും കാട്ടിലൊരു പുലി മരിച്ചല്ലോ. ആ മരിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലുകയാണോ? മരിക്കുന്നതും കൊല്ലുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലും എന്താണെന്ന് മനസ്സിലാക്കാതെ അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് എങ്ങനെയാണ് നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുക? ക്രിയാത്മകമായ വിമർശനവും നിർദ്ദേശങ്ങളും ഏത് കാലത്തും സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാണ്, ഗവൺമെൻറ്റും തയ്യാറാണ്. അതിനു പകരം അഭ്യൂഹങ്ങളുടെയും തെറ്റായ തരത്തിലുള്ള ചിന്തകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഒരു മറുപടി പറയാൻ എങ്ങനെയാണ് സാധിക്കാമെന്ന് എനിക്കറിയില്ല. അവരത് കുറേ കൂടി ആലോചിച്ച് പറയുന്നത് നമുക്ക് സമൂഹത്തിന് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. മിനിസ്റ്റർ, പക്ഷേ ഈ ദൗത്യങ്ങൾ പാളിപ്പോകുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? മയക്കുവെടി വെച്ച് പിടിച്ച തിരുവനന്തപുരത്ത് ഒരു കരടി അത് ചത്തുപോയി, പിന്നീട് പെരിങ്ങത്തൂർ ഒരു പുലി ചത്തുപോയി. ഇതൊക്കെ വിമർശനം വിളിച്ചു വരുത്തുകയില്ലേ?
അതെ, അതിൽ ഏതിലാ വനം വകുപ്പ് അവരെ കൊന്നത്? പക്ഷെ ഞാൻ അത്തരം അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതെ, മയക്കുവെടി. അപ്പോൾ മയക്കുവെടി വെക്കാതെ എങ്ങനെയാണ് ഈ ഒരു മൃഗത്തെ പിടിക്കുക? വന്യജീവികളെ പിടിക്കുന്ന, മയക്കുവെടി വെക്കാതെ പിടിക്കുന്ന ഒരു വിദ്യ പരിശോധിക്കണമെങ്കിലും, മറ്റേത് വല കെട്ടി പിടിച്ചിട്ട് അവിടെ തന്നെ വെക്കാൻ സാധിക്കും. പരിശോധിക്കണമെങ്കിൽ മയക്കുവെടി വെക്കാതെ എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്നാണ് ഈ വിദഗ്ധന്മാർ പറയുന്നത്. ഇവരൊക്കെ അതിവിദഗ്ധന്മാരല്ലേ? അതൊന്ന് ഉപദേശിച്ച് തന്നാൽ ആ മാർഗം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കുന്നതിന് ഞങ്ങൾക്ക് തുറന്ന മനസ്സാണുള്ളത്. തണ്ണീർക്കൊമ്പന് തന്നെ ഒരു മുഴയുണ്ടായിരുന്നു, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുണ്ട്. അതൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ദൗത്യത്തിൽ? അല്ല അതാണല്ലോ നമ്മൾ കൂടുതൽ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ, വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ പാടുള്ളൂ എന്ന തീരുമാനമെടുത്തത്. അതിനുള്ള ശ്രമങ്ങളാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ശ്രമത്തിനിടയിൽ ദൗർഭാഗ്യവശാൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ആ കൊമ്പൻ എന്ന് പറയുന്ന ആന മരിച്ചുപോയി. അതിനെ പിടിക്കണമെന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയൊരു കാര്യമാണ്. അത് വലിയൊരു നഷ്ടമാണ്. നടുക്കുന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ നമുക്ക് കേൾക്കേണ്ടി വന്നത്. പക്ഷേ അത് വനം വകുപ്പ് ബോധപൂർവം അതിനെ കൊന്നതാണ് എന്ന നിലത്തിൽ തെറ്റായ തരത്തിലുള്ള വ്യാഖ്യാനവും പ്രചരണവും അടിസ്ഥാനരഹിതമാണ്. അത് ശക്തിയായി ഞാൻ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ജനവാസ മേഖലയിലേക്കുള്ള ആനയുടെ വരവും അതിന്റെ മൂവ്മെന്റും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നോ? അല്ല, മൂവ്മെൻറ്റ് മനസ്സിലായാൽ അത് മൂവ്മെൻറ്റ് മാനന്തവാടിയത് കൊണ്ടാണല്ലോ അവിടെ മാനന്തവാടിയിലേക്ക് നമ്മുടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എത്തിയത്. ആ സ്പോട്ടിലേക്ക് ഉദ്യോഗസ്ഥന്മാർ രാവിലെ ആകുമ്പോഴേക്കും എത്തിയില്ലേ? അവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ മാധ്യമങ്ങളുടെ മുഴുവൻ മാധ്യമങ്ങളും ചാനലുകളും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ എല്ലാ നടപടികളും സ്വീകരിച്ച്. എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ച് എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും അവിടെ ഉണ്ടായില്ലല്ലോ. അതേസമയത്ത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്ക്, വനം വകുപ്പ് എന്നുള്ള നിലക്കും വന്യജീവികളെയും വനത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഒപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ബാധ്യത ഭരണകൂടങ്ങളുടെ ചുമതലയാണെന്ന് ശ്രീമതി മനേകാ ഗാന്ധി പോലെയുള്ള ആളുകൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. മിനിസ്റ്റർ, അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം, വയനാട്ടിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. സർക്കാരിന് അവരെ ഈ വിമർശനങ്ങളുടെ എല്ലാം ഇടയിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായി അവർ വനമേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവരുടെ ദുഃഖവും ആശങ്കയും. ആ ദുഃഖവും ആശങ്കയും നഷ്ടവും പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതല സർക്കാരിനില്ല എന്നാണ് ഈ വാദിക്കുന്നവരൊക്കെ പറയുന്നത്. സർക്കാരിന് 2 ബാധ്യതയുണ്ട്. രണ്ടും ഒരേപോലെ കണ്ടുകൊണ്ട്, വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടുകൊണ്ട്, ഏറ്റവും ശരിയായ രീതിയിൽ നിയമങ്ങൾക്കനുസരിച്ച് നിയമം പാലിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നതാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല. ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിട്ടില്ല. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും വനംവകുപ്പിന് വലിയ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് പൂർത്തിയാക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് സ്വാഭാവികമായി നമ്മൾ ആ ദൗത്യം പൂർത്തിയാക്കി ആ ആനയെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. പക്ഷെ സാധ്യമായതെല്ലാം ചെയ്തു എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നത്.